ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. സോ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷൻ ചാനലല്ല, മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ സ്റ്റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് പഠിക്കാനും ആൻഡ് നിഫ്റ്റിയെക്കുറിച്ചുള്ള നമ്മുടെ വ്യൂസ് കുറച്ചും കൂടെ വ്യക്തമാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. സോ ഡിസ്ക്ലൈമർ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു വീഡിയോ യൂസ് ചെയ്യുക. സോ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ അങ്ങ് സൂചിപ്പിക്കാം. നമുക്ക് വലിച്ചു നീട്ടാതെ നമുക്ക് മാറ്ററിലേക്ക് പോകാം. ഈ ഒരു നിഫ്റ്റിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു വ്യൂ പറഞ്ഞ ശേഷം നമുക്ക് ഇപ്രാവശ്യം ഈ ആഴ്ചത്തേക്ക് സെലക്ട് ചെയ്ത സ്റ്റോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെയറിഷ് എൻഗൾഫിംഗ് ഇൻ നിഫ്റ്റി. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വച്ചേക്കുന്ന ചാർട്ട് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ വീക്ക്ലി ചാർട്ടാണ് ഞാൻ വച്ചേക്കുന്നത്. സോ ഇൻഡെക്സിൻ്റെ ബേസിക്സ് ഒക്കെ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെയും കാര്യങ്ങളിലൊക്കെ ബേസിക്സ് അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. എന്താണ് ബെയറിഷ് എൻഗൾഫിംഗ് ഇൻ നിഫ്റ്റി? നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് സമീപം ട്രേഡ് ചെയ്യുമായിരുന്നു. ഈ ഒരു ഹൈ 26,270 എന്ന് പറഞ്ഞ റേഞ്ചിന് സമീപം ട്രേഡ് ചെയ്യുമായിരുന്നു. ആൻഡ് അവിടെ നിന്നും മാർക്കറ്റ് ഇപ്പോൾ എന്താണ് ഫേസ് ചെയ്യുന്നത്? ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഒരു വീക്ക്ലി ബേസിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ എന്തായിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൽ മേ ബി വരുന്ന ആഴ്ചകളിൽ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിട്ടേക്കാം. ആൻഡ് മാർക്കറ്റിനെ നമ്മൾ സമീപിക്കുമ്പോൾ ഓരോ ട്രേഡുകൾ എടുക്കുമ്പോഴത്തേക്കും വളരെയധികം റിസ്ക് റിവാർഡ്, അത് നമ്മൾ നോർമലി കിടക്കുന്ന കോഷ്യസ്നെസ്സിനെ കാട്ടി അപ്പുറം കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് മാർക്കറ്റിൽ റിസ്ക് റിവാർഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ടോട്ടലി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണമെന്നൊന്നും ഞാൻ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് കൊണ്ട് പറയുന്നില്ല. ബട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് ഏതായാലും ശരി, അതിൽ നമ്മൾ കുറച്ച് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് രണ്ട് മീഡിയം ടേമിൻ്റെ ഒരു വ്യൂ നമുക്ക് എപ്പോഴും വേണം ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ അടുത്ത ഒരു ഡിമാൻഡ് ഏരിയ തന്നെ ആദ്യം ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുകയാണ് 24,343. അപ്പോൾ നിങ്ങൾ അറിയാം ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന്. 5% ഇടിവൊക്കെ മാർക്കറ്റിൽ താഴ്ന്ന ഒരു 1000 പോയിന്റ് ഇടിഞ്ഞ് താഴെ വരുമെന്ന്. അങ്ങനെ ഉണ്ടാകുമെന്നല്ല, മറിച്ച് ഉണ്ടായാൽ നമ്മുടെ പൊസിഷൻസും നമ്മുടെ ട്രേഡ്സും എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് ഉള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിടുകയാണ്. ആൻഡ് ഇന്നലെ ചെറിയൊരു ലോ ബ്രേക്ക് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചിന്തിച്ച് നോക്കിയേ, അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റിൽ ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് ഓൾറെഡി നിലവിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. ഗ്ലോബൽ ഇവന്റ്സും ഇന്ത്യക്ക് മേലുള്ള താരിഫ് തിരുവ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. സോ നമ്മളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. മേ ബി മാർക്കറ്റ് ഇതുപോലെ ഒരുപാട് ആളുകൾ പാനിക് ആയ ശേഷം വീണ്ടും റീബൗണ്ട് ചെയ്തേക്കാം. റീബൗണ്ട് ചെയ്തേക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചാർട്ടിൽ എന്ത് കാണുന്നോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോൺ, അതായത് ഈ ഒരു ഏരിയ അടുത്തൊരു 200-300 പോയിന്റ്സിന്റെ ഡൗൺ സൈഡും കൂടെ മേ ബി ഉണ്ടാകാനുള്ള ഒരു എക്സ്പെക്ടേഷൻ മനസ്സിൽ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഓരോ സ്റ്റോക്സിലും എൻട്രി എടുക്കാനായിട്ട്. നമുക്ക് എപ്പോഴും റിസ്ക് റിവാർഡ് കുറച്ചും കൂടെ നമ്മൾ ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇപ്പോൾ 200-300 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഒരുപാട് പാനിക് മാർക്കറ്റിലുണ്ടാവും, ഒരുപാട് സെല്ലിംഗ് പ്രഷർ ഒരുപാട് സ്റ്റോക്സിലും നിലനിൽക്കും. സോ ആ ഒരു ബോധ്യത്തോടു കൂടി മാത്രം നിഫ്റ്റിയെയും നമ്മുടെ മാർക്കറ്റിനെയും ഇനിയുള്ള ഒരു 3-4 ആഴ്ച നമ്മൾ സമീപിക്കുക. വളരെ കെയർഫുൾ ആയിട്ട് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മൈനർ ആയിട്ടുള്ള ലെവൽസൊക്കെ മൺഡേ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതാണ് നിഫ്റ്റിയിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക്, ഈ ആഴ്ചത്തേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്റ്റോക്ക് ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് വളരെ കുറച്ച് സ്റ്റോക്സ് മാത്രമേ ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ. അത് നല്ല എനിക്ക് ഉള്ള മാർക്കറ്റ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല കമ്പനികൾ പ്രൈസ് ആക്ഷൻ കാണിച്ചു എന്നുള്ളൊരു തോന്നിയ സ്റ്റോക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സ്റ്റോക്സ് ആണ് ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് GRM ഓവർസീസ് എന്ന കമ്പനിയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം അത്യാവശ്യം ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട്, അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ ബ്രേക്ക് ഔട്ട്, അതായത് 165 റേഞ്ച് ബ്രേക്ക് ചെയ്താണ് കുറച്ചധികം ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങളിവിടെ നോക്കിയേ, ഈ 165 അല്ലെങ്കിൽ 165 റേഞ്ച് ബ്രേക്ക് ചെയ്തു. അതായത് ആദ്യമായി ഒരു ഏരിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആണ്. നിങ്ങൾ നോക്കിയാൽ കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ശേഷം ഡൗൺ സൈഡ് വന്നു, അതൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട്. ആൻഡ് മാർക്കറ്റ് ഒരു എക്സ്പോണൻഷ്യലി നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് തന്നു. 145 റേഞ്ചിൽ നിന്ന് 185 റേഞ്ചിലേക്ക് സ്ട്രെയിറ്റ് അത്യാവശ്യം നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റ് തന്നിരുന്നു. ആൻഡ് നിലവിൽ എന്താണ് പിന്നെ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഇതിന്റെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഈ ഒരു സപ്ലൈ ക്യാൻഡിൽ, ഇതൊരു വലിയ ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിൽ ഒരുപാട് സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കൽ ഈ ക്യാൻഡിലിന്റെ താഴെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിൽ പോലും
മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്തു. സോ ഈ 160 അല്ലെങ്കിൽ 158 റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്പോർട്ട് സോൺ ആയിട്ട് GRM ഓവർസീസിന് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും മാർക്കറ്റ് അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മുകളിലുള്ള ലിക്വിഡിറ്റിയിൽ 185 190 റേഞ്ചിലേക്ക് മാർക്കറ്റ് മേ ബി ഒരു ടെസ്റ്റിംഗ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാനിവിടെ കാണുന്നത് GRM ഓവർസീസിൽ. സോ അപ്പോൾ എന്തായാലും എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ GRM ഓവർസീസ് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബൈയിലെ ഒരു ബൈയിങ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാം അല്ലേ. ഈ ഒരു ബൈയിങ് ക്യാൻഡിലിന്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തി. മോസ്റ്റ്ലി ഇതിന്റെ മുകളിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഈ സ്റ്റോക്കിന് ഒന്ന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 170 എന്നുള്ള റേഞ്ചിന് മുകളിൽ ഇതിലെ ക്യാൻഡിൽ സ്റ്റിക്സിന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ 170 മുകളിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിൽ കൂടുതൽ 185 അല്ലെങ്കിൽ 190 റേഞ്ചിലേക്ക് ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി വളരെ സൂക്ഷ്മമായി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 170 എന്ന ഈ ഒരു ഹൈക്ക് മുകളിൽ എത്ര തവണ 4 തവണയായിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ ഒരു 160ക്ക് മുകളിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ അവിടെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. നിലവിൽ സെല്ലേഴ്സ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും ബയേഴ്സ് ഈ ഏരിയ ഹോൾഡ് ചെയ്യുക 160 എന്നുള്ള ഒരു സ്ട്രോങ് ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. മേ ബി 170ക്ക് മുകളിൽ ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 180 to 200 റേഞ്ചിലേക്ക് ഒരു റാലി നമുക്ക് GRM ഓവർസീസിൽ പ്രതീക്ഷിക്കാം. പക്ഷെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യണം. മറിച്ച് മാർക്കറ്റിൽ കനത്ത സെല്ലിംഗ് ആണെങ്കിൽ മേ ബി ഈ സെറ്റപ്സ് ഒക്കെ ഫെയിൽ ആവാം. ഓക്കെ, അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിലെ ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടുത്തുകയാണ് GRM ഓവർസീസ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്കറിയാം നമ്മളിത് ലോങ് ടേം വേണ്ടി നമ്മൾ ഏത് റേഞ്ചിലാണ് എടുത്തത്. 58ലാണ് നമ്മൾ എൻട്രി നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ എടുത്തിരുന്നത് 58ൽ എടുത്തു. ഇപ്പം മോസ്റ്റ്ലി 67 റേഞ്ചിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാർക്കറ്റ് നീങ്ങി. അപ്പം ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്തുകൊണ്ട് ആ ഒരു ഏരിയ എടുത്തുവെന്ന് ചോദിച്ചാൽ വീക്ക്ലി തന്നെ നല്ലൊരു ഡിമാൻഡ് സോൺ ആയിട്ട് ഒരു 52 റേഞ്ചിൽ നിന്ന് റീബൗണ്ട് ചെയ്ത സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് തന്ന് ശേഷം 58ൽ നിന്നും ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് നീങ്ങുമായിരുന്നു. സോ എന്താണ് GRM ഇക്വിറ്റാസിന്റെ ഒരു ടോട്ടൽ പ്രൈസ് ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിമാൻഡ് ഏരിയ മോസ്റ്റ്ലി മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. 57 റേഞ്ച് മാർക്കറ്റിൽ സ്ട്രോങ് ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇത്രയും ഒരു മാർക്കറ്റ് സെല്ലിംഗ് നേടുന്ന മേഖല എന്ന് പറയുന്നത് 65-66 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റിൽ കനത്ത സെല്ലിംഗ് നേടുന്നുണ്ട്. ആൻഡ് ബട്ട് മാർക്കറ്റ് അവിടെ നിന്ന് താഴെ എത്തിയിട്ടില്ല. ഈ ഒരു വീക്ക് നോക്കിയാണെങ്കിൽ വീക്ക്ലി സ്കാൻഡിൽ നമുക്ക് നോക്കാം, കണ്ടില്ലേ മാർക്കറ്റിൽ ആ ഒരു ഏരിയയിൽ നിന്നും പൂർണ്ണമായ സെല്ലിംഗ് പ്രഷർ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഇല്ല സെല്ലേഴ്സിന്റെ ഭാഗത്തു നിന്നും. സോ ഒരു ഹെൽത്തി ആയിട്ടുള്ള കൺസോൾട്ടേഷൻ 66 റേഞ്ചിൽ മാർക്കറ്റ് നടത്തുകയാണ്. അപ്പോൾ ഒരു 67 റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 68ൽ നിന്ന് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അടുത്ത് തന്നെ ഒരു 70 ടച്ച് ചെയ്യാനും അതിനുശേഷം 75ഉം 78 എന്നുള്ള റേഞ്ചിലേക്ക് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്ലോലി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടുത്തെ സപ്ലൈ ടെസ്റ്റ് ചെയ്ത് കഴിയണം. 67ന് മുകളിൽ ക്ലോസ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിട്ട് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പ്രൈസ് ആക്ഷൻ എനിക്ക് തോന്നുകയാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് MTAR ടെക്നോളജീസ്. ഡിഫൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് MTAR ടെക്. വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ നോക്കി എത്ര റേഞ്ചാണ് 2930 റേഞ്ച് പോയ ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട് റേഞ്ചാണ്. ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുകയാണ്. 59% to 60% ഡൗൺ സൈഡ് വന്ന സ്റ്റോക്ക് തിരിച്ച് ആ സപ്പോർട്ട് റേഞ്ചിൽ നിന്നും ആക്ട് ചെയ്ത് അപ്സൈഡ് പോവുകയാണ്. ആൻഡ് കണ്ടിന്യൂസ് റാലി മോസ്റ്റ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് റാലി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു പുൾ ബാക്ക് ആൻഡ് പുൾ ബാക്കിൽ നിന്ന് വീണ്ടും അറ്റംപ്റ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. MTAR ടെക് ഒന്നിൽ ഒരു ജൂസി ആയിട്ടുള്ള സെറ്റപ്സ് ലൈക്ക് മോർ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റെപ്പ് എൻ്റെ ഒരു ഹൈ പ്രയോറിറ്റി സെറ്റപ്പ് ആയിട്ട് MTAR ടെക് ടെക്നോളജീസ് ഞാൻ കണക്കാക്കുകയാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ നോക്കി ഈ ഒരു ക്യാൻഡിൽ ഒരു 2700 റേഞ്ചിൽ പോയ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നു. എത്ര റേഞ്ചിലാണ് വന്നത്? 250 അല്ലെങ്കിൽ 2600 എന്നുള്ള റേഞ്ചിന് താഴെ എത്ര ദിവസമായി ട്രേഡ് ചെയ്യുകയാണ്? നവംബർ 25 തൊട്ട് ഇത്രയും ദിവസമായിട്ട് മാർക്കറ്റ് അത്രയും റേഞ്ചിന് താഴെ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഇന്നലെ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 2500 റേഞ്ച് 2600 റേഞ്ച് അത്രയും കാലത്തിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ടോട്ടൽ പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് ബയേഴ്സിന്റെ പ്രസൻസ് ആണ്. സോ മാർക്കറ്റ് ക്രാഷിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യം വേണം. സോ MTAR ടെക് ടെക്നോളജീസ് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇടുക. ഒരു അടുത്ത 2700 റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് MTAR ടെക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വാച്ച് ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് കൂടുതൽ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ആൻഡ് അടുത്ത സ്റ്റോക്ക് നമ്മൾ ഇന്നലെയും കൂടെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് നമ്മുടെ പബ്ലിക് വീഡിയോ ലൈക്ക് മോർണിംഗ് വീഡിയോസിൽ ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി നിങ്ങൾ നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ റീഡിങ്സും മാർക്കിങ്സും എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ
457 റേഞ്ചിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു സോണിലായിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. സോ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ, ലൈക്ക് ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷനാണ് ലെൻസ്കാർട്ടിൽ കാണുന്നത്. ഒരു ഡൗൺ സൈഡ് നോക്കി നിങ്ങൾ ഈ ഒരു ബേസിൽ നിന്നും 24% മൂവ്മെന്റ് ആണ് മാർക്കറ്റ് തന്നത്. നിങ്ങൾ നോക്കി ഈ ഒരു ബേസ് ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് മോസ്റ്റ്ലി ഒരു 27% മൂവ്മെന്റ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നു. ആൻഡ് ആ ബേസ് ഏരിയ തന്നെയാണ് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ആ ബേസിന്റെ അപ്സൈഡ് ഹാൻഡിലാണ് ഒരു ബ്രേക്ക്, ആ സോണിലാണ് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നത്. സോ അബോ 460 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഒരു 500 റേഞ്ചിലേക്ക് ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ലെൻസ്കാർട്ട് നടത്താൻ സാധ്യതയുണ്ട്. സോ ഹൈ പ്രയോറിറ്റിയിൽ ലെൻസ്കാർട്ട് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് ആക്ഷൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നോക്കാം. അറ്റംപ്റ്റ് ബ്രേക്ക് ആവൂ അതോ ഫെയിൽ ആവൂ എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് 2-3 സ്റ്റോപ്പ് ലോസ് ഒക്കെ എൻ്റെ ഗ്രൂപ്പിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല, 2% ഒക്കെയാണ് നമ്മുടെ മിനിമം സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. സോ ഇത്രയും വലിയ ക്രാഷുകൾ വരുമ്പോഴത്തേക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും നടക്കാറുണ്ട്. ഓക്കെ, ഇപ്പം എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസ് അടുത്ത സ്റ്റോക്കാണ്. സോ എംക്യൂർ കണ്ടില്ല, ബ്യൂട്ടിഫുൾ പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന ഒരു സ്റ്റോക്കിൽ ഒന്നാണ് എംക്യൂർ. ഇതെല്ലാം സെലക്ട് ചെയ്തതിൻ്റെ പ്രധാന കാര്യം ഈ ഒരു ദിവസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബയേഴ്സിന്റെ പ്രസൻസ് ഈ കമ്പനികളിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ സം ബിഗ് പ്ലെയേഴ്സ് ഇതിൽ എൻ്റർ ആയിട്ടുണ്ട് എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസിൽ. നിങ്ങൾ നോക്കി 2 സപ്ലൈ ആണ് മാർക്കറ്റ് ക്ലിയർ ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് 2 സപ്ലൈ എന്ന് പറഞ്ഞു? നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ കണ്ടില്ലേ, ഒരു ചെറിയ മൈനർ സെല്ലിംഗ് സോൺ ആയിരുന്നു. ആ മൈനർ അല്ല, കുറച്ചധികം നല്ലൊരു സെല്ലിംഗ് സോൺ മാർക്കറ്റ് 4 ദിവസം മുന്നേ ക്ലിയർ ചെയ്തു. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് മുകളിലുള്ള ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത് ഇനി അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത് ഈ ഒരു ഹൈ മാർക്കറ്റ് ക്ലിയർ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്താറുണ്ട്. 1570 അല്ലെങ്കിൽ 1560 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മോസ്റ്റ്ലി ഒരു 3 to 5% മൂവ്മെന്റ് ഞാനിതിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. കാര്യം എംക്യൂറിന്റെ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് സം സീരിയസ് പ്ലേയേഴ്സ് ഹാവ് എൻറ്റേർഡ് ഇൻ ടു ദിസ് സ്റ്റോക്ക്. ബിക്കോസ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസമായിട്ടുണ്ടായിരുന്ന ഈ കൺസോളിഡേഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ആ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മേ ബി ഈ സെറ്റപ്പ് ഫെയിൽ ആയ ശേഷം 1450 അല്ലെങ്കിൽ 1430 ഈ റേഞ്ചിലേക്ക് മേ ബി ഒരു റീടെസ്റ്റ് നടത്താം. സോ മാർക്കറ്റിന് ഇപ്പോൾ ഉള്ള ബയേഴ്സിനെ പാനിക് ആയ ശേഷം ഈ റേഞ്ചിലേക്ക് വന്നിട്ട് മേ ബി അപ്സൈഡ് പോകാം. സോ എന്തായാലും ടോട്ടലി ഒരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽസിൽ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് LG ബാലകൃഷ്ണ എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മൾ ഇതും വാച്ച് ലിസ്റ്റിലിട്ട് കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലെവൽസ് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പം LG ബാലകൃഷ്ണയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. നിങ്ങൾ നോക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സോൺ, ഒരു ബ്രേക്ക്, ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡ്. ഓക്കെ, ഈ ഒരു ബേസിൽ നിന്ന് മാർക്കറ്റ് 52% ഡൗൺസ് അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഒരു എന്താ പറയുക ഒരു റെസ്റ്റിംഗ് ഫേസിലാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺസോൾട്ടേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. മാർക്കറ്റ് റെസ്റ്റിംഗ് ഫേസിൽ LG ബാലകൃഷ്ണനിൽ നിൽക്കുകയാണ്. ബട്ട് മാർക്കറ്റ് ഇത്രയും ദിവസം ഉണ്ടായ ഒരു സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ 5 ദിവസമായിട്ട് നിഫ്റ്റി കഴിഞ്ഞപ്പോഴും LG ബാലകൃഷ്ണ അറ്റംപ്റ്റ് നടത്തുമായിരുന്നു. എന്താണ്, ബയേഴ്സിനെ കൊണ്ട് മുകളിലോട്ട് പോകാൻ 1970 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണ് LG ബാലകൃഷ്ണ നടത്തിക്കൊണ്ടിരുന്നത്. സോ അപ്പം ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, LG ബാലകൃഷ്ണ ആൻഡ് ബ്രോസ് ലിമിറ്റഡ്. സോ ഇത്രയും സ്റ്റോക്കാണ് ഞാൻ ബേസിക്കലി ഈ ആഴ്ചത്തേക്ക് ഞാൻ വാച്ച് ലിസ്റ്റിലിട്ടുള്ള ഉള്ളതിൽ ഹൈ പ്രയോറിറ്റി ആയിട്ട് എനിക്ക് തോന്നിയ സ്റ്റോക്കാണ് നമ്മൾ പഠിക്കാനും എടുത്തത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് കമന്റ് ബോക്സിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.